ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആക്സലറേഷനെ പറ്റിയും റിട്ടാർഡേഷനെ പറ്റിയാണ് സംസാരിച്ചത്. ആക്സലറേഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, റിട്ടാർഡേഷൻ നെഗറ്റീവ് ആക്സലറേഷൻ എന്നുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. പിന്നെ നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അത് പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും. ആക്സലറേഷൻ നെഗറ്റീവ് ആയതിൻ്റെ അർത്ഥം അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സായി. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലാണെങ്കിൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് ആയാൽ അർത്ഥം ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് നേരെ റിവേഴ്സായി എന്നാണ്, അത് പറഞ്ഞു. ഇനി വൺ മോർ കേസ്, ആക്സലറേഷൻ എപ്പോഴാണ് സീറോ ആവുക? ആക്സലറേഷൻ സീറോ ആകുന്ന കേസ് എപ്പോഴാണ്? അതായത് ഒരു ഒബ്ജക്റ്റ് പോട്ടെ, ആക്സലറേഷൻ എപ്പോഴാണ് ഉണ്ടാവുക? ഒരു വസ്തുവിന് എപ്പോഴാണ് നമ്മൾ ആക്സലറേഷൻ സംഭവിക്കുന്നു എന്ന് പറയുക? അതായത് നമ്മൾ പറഞ്ഞു വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ എന്നാണ് പറഞ്ഞത്. വെലോസിറ്റി ചേഞ്ച് ആയാലേ ആക്സലറേഷൻ ഉള്ളൂ. ആക്സലറേഷൻ സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ആവണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അത് യൂണിഫോം മോഷനിലാണെന്ന് സങ്കല്പിക്കൂ. ആൻ ഒബ്ജക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകുന്ന മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എല്ലാ ഇൻസ്റ്റൻറ്റിലും അത് 3 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലേ? ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിൻ്റെ പേരല്ലായിരുന്നോ ഇൻസ്റ്റൻറ്റേനിയസ്? അതൊക്കെ സെയിം ആയിരിക്കും. ഇനി എല്ലാം സെയിം ആയതുകൊണ്ട് ഈ 3 തന്നെ ആയിരിക്കും ആവറേജും. ഇതിൻ്റെ എല്ലാം ആവറേജ് കണ്ടോ? ഈ വെലോസിറ്റിൻ്റെ എല്ലാ കാണുന്ന വെലോസിറ്റിൻ്റെ ആവറേജ് കണ്ടോക്ക്. ഇതിൻ്റെ എല്ലാം ആവറേജ് കണ്ടാൽ നിങ്ങൾക്ക് 3 തന്നെയാണ് കിട്ടുക. എല്ലാം 3 ആണെങ്കിൽ ആവറേജും 3 ആണ്. പിന്നെ ഓരോ ഇൻസ്റ്റൻറ്റിലും 3 ആണ്. ഓരോ ഇൻസ്റ്റൻറ്റിലും 3 ആയതുകൊണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി 3 ആണ്. എല്ലാം 3 ആയതുകൊണ്ട് ആവറേജും 3 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിഫോം മോഷൻ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇതൊക്കെയാണ് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇനി എല്ലാം 3 ആയതുകൊണ്ട് 3 തന്നെയാണ് ആവറേജും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തന്നെയായിരിക്കും ആവറേജ് വെലോസിറ്റി ഇൻ യൂണിഫോം മോഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്രയാണ്? 3 ആണ്. ആവറേജ് വെലോസിറ്റി എത്രയാണ്? 3 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിലേ ആക്സലറേഷൻ ഉള്ളൂ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സലറേഷൻ 0 ആണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സലറേഷൻ 0 ആണ്. സോ ഇൻ യൂണിഫോം മോഷൻ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇൻ യൂണിഫോം മോഷൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ ആക്സലറേഷൻ 0 ആണ്. ഓക്കെ, ആ ഒരു പോയിൻ്റ് കൂടി ഓർമ്മിക്കുക. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്സലറേഷൻ. ഫസ്റ്റ് വൺ, യൂണിഫോം ആക്സലറേഷൻ. നോട്ട് യൂണിഫോം മോഷൻ. എല്ലാം കൂടി കൺഫ്യൂഷൻ ആകരുതേ. ഇപ്പം നമ്മളൊരു യൂണിഫോം മോഷൻ പറഞ്ഞു. യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ ആര് കോൺസ്റ്റൻറ്റ്? വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി അല്ല ഇപ്പോഴും സെയിം. ഇപ്പോൾ പറയാൻ പോകുന്നത് യൂണിഫോം ആക്സലറേഷൻ അല്ലേ യൂണിഫോം മോഷൻ? യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുക. യൂണിഫോം വെലോസിറ്റി ആണെങ്കിലാണ് യൂണിഫോം മോഷൻ. ഇത് പറയുന്ന യൂണിഫോം ആക്സലറേഷനാണ്. നോക്കാം. അപ്പോൾ ആക്സലറേഷൻ യൂണിഫോം ആണ്. യൂണിഫോം ആവുക മീൻസ് കോൺസ്റ്റൻ്റ് ആവണം, സെയിം ആവണം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഞാൻ എഴുതുന്നത് ഇപ്പോൾ എഴുതുന്ന വെലോസിറ്റിയാണ്. അതിൻ്റെ വെലോസിറ്റിയാണ് എഴുതുന്നത്. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡായി. 1 സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ അത് 6 മീറ്റർ പെർ സെക്കൻഡായി. 1 സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ അത് 8 മീറ്റർ പെർ സെക്കൻഡായി. ഇങ്ങനെയൊക്കെ ആയി വെലോസിറ്റിയാണ് ഇങ്ങനെ സംഭവിച്ചത്.
എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്ന ഓരോ 1 സെക്കൻഡിലും ഈ ടോപ്പിൽ ഞാൻ എഴുതിയത് വെലോസിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ഓരോ 1 സെക്കൻഡിലും വെലോസിറ്റി എത്ര വെച്ച് കൂടുന്നു? 2 ആയി. അപ്പോൾ 2 കൂടി. അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് എത്രയാണ്? 2 ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് കേസിൽ ആക്സലറേഷൻ കാണാൻ, ആക്സലറേഷൻ്റെ ഡെഫിനിഷൻ എന്നാ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇവർ തമ്മിലുള്ള ചേഞ്ച് എത്രയാണ്? ചേഞ്ച് ഞാൻ ഏറ്റവും ടോപ്പിൽ എഴുതുന്നത് ചേഞ്ചാണ്. ഇതും തമ്മിലുള്ള ഇവിടെ മുതൽ ഇവിടെ വരെ ഈ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ ടൈം 1 ആണ്. അപ്പോൾ ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ചേഞ്ച് 4 - 2 ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എത്രയാണ്? 1. അപ്പോൾ ചേഞ്ച് 2, ചേഞ്ച് ഇൻ വെലോസിറ്റി 2, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 2, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം 1. അപ്പോൾ 2/1 2 m/s² ആയിരിക്കും ആക്സലറേഷൻ. ഈ കേസിലും ചേഞ്ച് എത്രയാണ്? ഇവർ തമ്മിലുള്ള ചേഞ്ച് 2 ആണ്. 6 - 4 1 2 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി 2 ആണ്. ഈ 2 പോയിൻ്റിന് ഇടയ്ക്ക് ഈ പോയിൻ്റ് ഇടയ്ക്ക് ടൈം 1 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അഗെയിൻ 2/1 ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ 2 തന്നെ കിട്ടും. ലാസ്റ്റ് കേസിലും അതുപോലെ തന്നെ വരും. ഇവർ തമ്മിലുള്ള ചേഞ്ച് 2 ആണ്. അപ്പോൾ നമ്മൾ കാണുന്ന പോയിൻ്റ് എന്താണ്? ഇവിടെ ഏറ്റവും ടോപ്പിൽ എഴുതിയ 2 എന്ന് വെച്ചാൽ എന്താണ്? ഓരോ കേസിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ 2, ചേഞ്ച് ഇൻ വെലോസിറ്റി 2, ചേഞ്ച് ഇൻ വെലോസിറ്റി 2, എല്ലാം 2 ആണ്. എല്ലാം 2 ആണെന്ന് പറഞ്ഞാൽ അതെല്ലാം ഈക്വലാണ്. എന്ത് ഈക്വലാണ്? ഇതൊക്കെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റികളൊക്കെ ഈക്വലാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റികളെല്ലാം ഈക്വലാണ്. അതുപോലെ ടൈമൊക്കെ 1 ആണ്, അതും ഈക്വലാണ്. അപ്പോൾ ഇവിടെ കാണുന്ന സംഭവം എന്നാ? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈക്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ വെലോസിറ്റി ആയാലും ആക്സലറേഷൻ ഇല്ല. പറയുന്നത് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമോ ഈക്വൽ ആണ്. അപ്പോൾ ഇഫ് എ ബോഡി ഹാവ് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എല്ലാം 2 ആണ്. എല്ലാം 2 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിഫോം ആണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കി. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടോ, വെലോസിറ്റി 2 ഫസ്റ്റ് 2 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 4 ആയി, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 ആയി, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 8 ആയി. അതിൻ്റെ അർത്ഥം 2 4 6 8 ഇങ്ങനെ ഒരേ ഓർഡറിൽ ഇങ്ങനെ ചേഞ്ച് ആവുക. ആരാ ചേഞ്ച് ആയത്? ആക്സലറേഷൻ അല്ല, വെലോസിറ്റിയാണ്. വെലോസിറ്റി ഇങ്ങനെ ഒരേ ഓർഡറിൽ ചേഞ്ച് ആയി. വെലോസിറ്റി ഒരേ ഓർഡർ ഇങ്ങനെ 2 4 6 8 അതിനെല്ലാം അനുസരിച്ച് ടൈം സെയിം ആയിരിക്കണേ. അങ്ങനെ വെലോസിറ്റി ഈക്വൽ ആയിട്ട് ഇങ്ങനെ മാറി വരിക, ചേഞ്ച് ആയി വരിക. 2 4 6 8 10 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ആയാൽ, ഈക്വലായിട്ട് ചേഞ്ച് ആയാൽ ആക്സലറേഷൻ യൂണിഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നെക്സ്റ്റ് വേരിയബിൾ ആക്സലറേഷൻ. വേരിയബിൾ മാറിക്കൊണ്ടിരിക്കണം. ആക്സലറേഷൻ വേരിയബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടാൻ പാടില്ല, ഇതിങ്ങനെ ചേഞ്ച് ആവണം. വേരിയബിൾ ആക്സലറേഷൻ അല്ല നോൺ യൂണിഫോം എന്ന് പറയും. നോൺ യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കണം? ഇതൊന്ന് എക്സാമ്പിൾ ഒന്ന് മാറ്റിയാൽ പോരെ. ഇതിപ്പം 4 എന്നുള്ളത് ഇതൊരു 8 എങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ചേഞ്ച് എത്രയാണ്? 8 - 4 എന്ന് പറയുമ്പോൾ 4. ഇതാണ് ചേഞ്ച്, വെലോസിറ്റിയിലുള്ള ചേഞ്ച്. അതുപോലെ ഇവിടെ വേറെ എന്തെങ്കിലും എടുക്കുക, 3 അങ്ങനെ എടുക്കുക. ചേഞ്ച് ഇത് 8 ആണ്, ഇത് 11 അങ്ങനെ എടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ചേഞ്ച് 3 ആയി. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഞാൻ എഴുതിയത് ഇവിടെ 2 എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി 2 ആണ്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി 4 ആണ്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി വേറെ ഒന്നാണ്, 3 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റികളെല്ലാം ഈ കേസിൽ ആക്സലറേഷൻ കണ്ടാലോ? ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി 2 ആണ്. അപ്പോൾ 2/1 2 ആക്സലറേഷൻ 2. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവർ തമ്മിലുള്ള ചേഞ്ച് 4 ആണ്. 4/1 ആണ്. 4/1 4. അഗെയിൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി 3 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം 1. അപ്പോൾ 3/1 3 കിട്ടും, 3 m/s². അപ്പോൾ ഇവിടെ കാണുന്ന ആക്സലറേഷൻ എല്ലായ്പ്പോഴും ഒരുപോലെയാണോ? അല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. ആക്സലറേഷൻ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. 2 4 3 ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നോൺ യൂണിഫോം ആണ്, വേരിയബിളാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ എപ്പോഴാണ് വേരിയബിൾ ആവുക? എന്താണ് കാണുന്നത്? ഇതൊക്കെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റികളൊക്കെ ഈക്വൽ ആണോ?
അല്ല. അൺഈക്വൽ വെലോസിറ്റി എന്നല്ല, അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി in equal interval of time. ഇതല്ല ഈക്വല, ടൈം അല്ല ഈക്വല. സോ ദ ബോഡി ഹാവ് unequal change in velocity in equal intervals of time. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഒരേപോലെ കിട്ടില്ല, നോൺ യൂണിഫോം ആയിരിക്കും, വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇതിൽ യൂണിഫോം ആക്സലറേഷന് വളരെ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ യൂണിഫോം ആക്സലറേഷൻ്റെ കേസ് വെച്ച് ചെയ്യാനുണ്ട്. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്ക്, എന്താ പറഞ്ഞത്, ഇത്ര മനസ്സിലാക്ക്, ആക്സലറേഷൻ ഉണ്ടാവണമെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ആവണം. യൂണിഫോം ആക്സലറേഷൻ എന്ന് വെച്ചാൽ തന്നെ വെലോസിറ്റി ഒരേപോലെ ചേഞ്ച് ആവണം. വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി 2 ആണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞ് 4 മീറ്റർ പെർ സെക്കൻഡ് ആയി, 1 സെക്കൻഡ് കഴിഞ്ഞ് 6 മീറ്റർ പെർ സെക്കൻഡ് ആയി, 1 സെക്കൻഡ് കഴിഞ്ഞ് 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇങ്ങനെ ഒരേ ഓർഡറിൽ യൂണിഫോം ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആവണം. ആര് ചേഞ്ച് ആവണം? വെലോസിറ്റി ചേഞ്ച് ആവണം. വെലോസിറ്റി യൂണിഫോമായി ചേഞ്ച് ആയാൽ, ഒരേപോലെ ചേഞ്ച് ആയാൽ, ഒരേ ഓർഡറിൽ ചേഞ്ച് ആയാൽ ആക്സലറേഷൻ യൂണിഫോം ആകും. അങ്ങനെയല്ലെങ്കിൽ നോൺ യൂണിഫോം ആകും. ഇങ്ങനെയല്ല, ഇതങ്ങ് മാറ്റി കളയാം. 2, 4, പിന്നെ ഒരു 10, പിന്നെ ഒരു 11, ആ രൂപത്തിൽ മാറ്റി കളയാം. അങ്ങനെയാണ് ആക്സലറേഷൻ നോൺ യൂണിഫോം ആവും, വേരിയബിൾ ആവും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഏവറേജ് ആക്സലറേഷൻ. ഏവറേജ് ആക്സലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏവറേജ് വെലോസിറ്റി എല്ലാം പറഞ്ഞ പോലെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം എന്നൊക്കെ പറഞ്ഞ പോലെ, ഏവറേജ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമാണ്. ആവറേജ് ആക്സലറേഷൻ ഈക്വൽ ടു ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. നമുക്കൊരു കേസ് നോക്കാം. ഒരു ഒബ്ജക്റ്റ്, ഇത് നമ്മുടെ റെഫറൻസ് പോയിൻ്റ്, ഇവിടെ നിന്നുകൊണ്ടാണ് മോഷനെ ഒബ്സർവ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മളെല്ലാം എല്ലാം അളക്കുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് മൂവ് ചെയ്തോട്ടെ. പക്ഷേ ഏതോ ഒരു ടൈമിൽ, അറ്റ് ടൈം T1 ഇവിടെ എടുക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറയുന്നു, ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 10 സെക്കൻഡ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, ആ 10 സെക്കൻഡ് എന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിന് ജനറലി നമ്മൾ പറയുന്നു T1 ആണ് 10 സെക്കൻഡ്. ഓക്കെ, 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി V1 ആണ്. ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി V1 ആണ്. ഇനി വീണ്ടും മുന്നോട്ട് പോവാണ്. അങ്ങനെ ഒരു T2 എന്ന് പറയുന്ന സമയം, T2 എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് ആണെന്ന് വെച്ചാൽ, അപ്പോൾ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 30 സെക്കൻഡ് പറയുന്നത് ഇവിടെ മുതലാണ്. ഇവിടുന്ന് ഇവിടെ എത്താനാണ് 10 സെക്കൻഡ്. ഇനി ഇവിടെ നിന്ന് അവിടെ എത്താനാണ്, ഒറിജിനിൽ അവിടെ എത്താനാണ് 30 സെക്കൻഡ്. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം ഇൻ്റർവൽ എത്രയാണ്? ഇത് 30 സെക്കൻഡ്, ഇത് 10 സെക്കൻഡ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ 20 സെക്കൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ T2 മൈനസ് T1 ആയിരിക്കും. ഇത് മൈനസ് ഇതായിരിക്കും ഈ ടൈം ഇൻ്റർവൽ. ഓക്കെ, ഇവിടെ വെലോസിറ്റി V1. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പറയുന്നത് ആക്സലറേഷൻ ആണല്ലോ മക്കളെ. ആക്സലറേഷൻ സംഭവിക്കണമെങ്കിൽ വെലോസിറ്റി എന്താവണം? ചേഞ്ച് ആവണം. അപ്പോൾ വെലോസിറ്റി V1 മാറി V2 ആയി. അങ്ങനെയാണെങ്കിൽ മക്കൾ വിചാരിക്കും ഇതിൻ്റെ ഇടയിലും ഇങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ V1, ഈ പോയിന്റിൽ V3, ഈ പോയിന്റിൽ V4, ഈ പോയിന്റിൽ V5, ഈ പോയിന്റിൽ V6. അങ്ങനെ വെലോസിറ്റി ഇങ്ങനെ, ഈ ഓരോന്നിൻ്റെ പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റികൾ. അങ്ങനെ ഓരോ പോയിന്റിൽ ഓരോ വെലോസിറ്റികൾ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ പോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റും ലാസ്റ്റും മാത്രം എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള വെലോസിറ്റി V1, ഈ പോയിന്റിൽ V2, ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് വെലോസിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ടൈം എത്രയാണ്? ടൈം ഈ രണ്ടിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡാണ് അല്ലേ? 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ്, 20 സെക്കൻഡ് എന്ന് വെച്ചാൽ ഇത് മൈനസ് ഇതാണ് T2 മൈനസ് T1. അപ്പോൾ ഈ ടൈം ഇൻ്റർവൽ
ഇതിൻ്റെ ഇടയിലുള്ള ഈ ടൈം ഇൻ്റർവെൽ എത്രയാണ്? T2 മൈനസ് T1 ആണ്. അപ്പോൾ ഈ ടൈം ഇൻ്റർവെല്ലിൽ T2 മൈനസ് T1 എന്നുള്ള ടൈമിൽ T2 മൈനസ് T1 എന്ന് വിളിക്കുന്ന ടൈമിൽ ഉള്ള ഏവറേജ് ആക്സലറേഷൻ. ഏവറേജ് ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആയതുകൊണ്ടാണ് ഞാൻ വെലോസിറ്റി ഫസ്റ്റ് ലാസ്റ്റ് എഴുതിയത്. ഫസ്റ്റ് ലാസ്റ്റ് മാത്രം എഴുതിയത്. ഇതിൻ്റെ ഇടയിലല്ലോ ഞാൻ പറഞ്ഞു ഓരോ പോയിന്റിൽ ഓരോ വെലോസിറ്റി ആകാം. വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊള്ളു. കാരണം വെലോസിറ്റി ഇങ്ങനെ മാറി 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 വന്നാലേ ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുത്താൽ മതി. എന്ന് വെച്ചാൽ V2 മൈനസ് V1. ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി V2 മൈനസ് V1 ആയിരിക്കും. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ഇതിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഏവറേജ് ആക്സലറേഷൻ ആണ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടൈം T2 മൈനസ് T1 ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു ഡെൽറ്റ വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ ചെയ്താൽ ഡെൽറ്റ വി. ഡെൽറ്റ ഉദ്ദേശിക്കുന്നതിനും ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ, ടൈം ഡിഫറൻസ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി. സോ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഏവറേജ് ആക്സലറേഷൻ്റെ ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് ഏവറേജ് ആക്സലറേഷൻ. റെഡി? നെക്സ്റ്റ് വൺ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ അല്ലേ. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഒക്കെ പറഞ്ഞു. അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലറേഷൻ എന്നല്ലേ അർത്ഥം? ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലറേഷൻ. നമുക്കറിയാം ആക്സലറേഷൻ സംഭവിക്കണമെങ്കിൽ വെലോസിറ്റി എന്താണ്? ചേഞ്ച് ആണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിച്ച ഏവറേജ് ആക്സലറേഷൻ കണ്ടത് ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ളതാണ്. അപ്പോൾ ഏവറേജ് ആക്സലറേഷനിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള എന്ന് വെച്ചാൽ ഇവിടെ വളരെ അടുത്തടുത്ത് നമ്മൾ രണ്ട് പോയിൻ്റ് എടുക്കുക. ഈ പോയിന്റിലുള്ള വെലോസിറ്റിയാണ് V1, ഈ പോയിന്റിലുള്ള വെലോസിറ്റിയാണ് V2. ഓക്കെ, ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഇൻസ്റ്റൻറ്റിലാണ് ഒരു ജസ്റ്റ് ഒരു പോയിന്റിലുള്ള ആക്സലറേഷൻ എന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സലറേഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഈ പോയിന്റിൽ V1 ഈ പോയിന്റിൽ V2 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലോ. അത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഓരോ പോയിന്റിൽ ഓരോ വെലോസിറ്റികളാവാം. അപ്പോൾ ഈ പോയിന്റിൽ ഒരു വെലോസിറ്റി V3, ഈ പോയിന്റിൽ ഒരു വെലോസിറ്റി V4. അങ്ങനെ വിചാരിക്കുക. ഈ രണ്ട് പോയിന്റ് കുറച്ചുകൂടി ക്ലോസ് ആക്കുക, അത്രയും ക്ലോസ് ആക്കുക. കാരണം നമുക്കൊരു ഇൻസ്റ്റൻറ്റിലാണ് വേണ്ടത്, അത്രയും ചെറിയ ഇതിലാണ് വേണ്ടത്. അപ്പോൾ പിന്നെയും ചെറുതാകുന്ന സമയത്ത് അത്രയും ചെറുതാവും. അപ്പോൾ ഇവിടെ ഒരു വെലോസിറ്റികൾ തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. കാരണം വെലോസിറ്റി ചേഞ്ച് ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ആക്സലറേഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ അടുത്തടുത്ത് രണ്ട് പോയിന്റ് എടുത്തിട്ട് അവർ തമ്മിലുള്ള വെലോസിറ്റി ചേഞ്ച് എടുത്തു. വെലോസിറ്റിയിലുള്ള ചേഞ്ചാണ് എന്തെന്ന്? ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടു. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഏവറേജ് ആക്സലറേഷനാണ് കണ്ടത്. അതിൽ നിന്ന് നമ്മളൊരു ഇൻസ്റ്റൻറ്റിലേക്ക് ഈ രണ്ട് പോയിന്റ് ഇടയിലുള്ള ടൈം എത്രയാണ്? T2 മൈനസ് T1. അതിൽ നിന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് ചെറുതായി വരുന്നു. അപ്പോൾ T2 മൈനസ് T1 ആണ് ഈ ടൈം. അത് കുറഞ്ഞു വരുന്നു. T2 മൈനസ് T1 കുറഞ്ഞ് ലാസ്റ്റ് ഇല്ലാതാവുന്നു പറഞ്ഞാൽ 0 ആവുന്നു. അപ്പോൾ ഈ T2 മൈനസ് T1 എന്നുള്ള ടൈം കുറഞ്ഞ് ഇൻസ്റ്റൻറ്റിലേക്ക് വരികയാണ്. കുറഞ്ഞ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് 0 അടുക്കുന്നു. അപ്പോൾ ഈ ടൈം കുറഞ്ഞ് 0 അടുക്കുന്നു. അങ്ങനെ അടുക്കുന്നേരം ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് നമ്മൾ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എങ്ങനെ ചെയ്താൽ? ആക്സലറേഷൻ എങ്ങനെ എഴുതാം? നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് വരണം. അപ്പോൾ ഈ T2 മൈനസ് T1 ആണ് ടൈം. അത് കുറഞ്ഞ് 0 വരണം. സോ നമ്മളെങ്ങനെ എഴുതും? ഇന്നലെ എഴുതിയ ഓർമ്മയില്ലേ? ലിമിറ്റ് ഡെൽറ്റ ടി ആണ് ഇവർ നമ്മളെ ടൈം. T2 മൈനസ് T1 നമ്മൾ ഡെൽറ്റ ടി എന്ന് എടുത്തിട്ടുണ്ട്. ഡെൽറ്റ ടി ഈ ടൈം കുറഞ്ഞ് 0 അടുക്കുന്നു. അത്രയും ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് വരുന്നു. ഇൻസ്റ്റൻറ്റിലേക്ക് വരുന്ന സമയത്ത് അത് 0 അടുക്കുന്നു. അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 ടൈം 0 അടുക്കുന്നു.
സീറോനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റിലെത്തി. ഓക്കെ, അപ്പോൾ ലിമിറ്റ്, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കിട്ടും. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ടൈം സീറോനോട് അടുക്കുന്നു. അപ്പോൾ സീറോനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റിലെത്തി, അടുത്തി നമ്മൾ സീറോനോട് അടുത്തു. ഓക്കെ, ഈ ഇൻസ്റ്റൻറ്റേനിയസ് നമുക്ക് വേണ്ടെന്ന ആക്സലറേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഇവിടെ അത്രയും അടുത്തടുത്തുള്ള 2 പോയിന്റ് വിചാരിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ കാണണമെങ്കിൽ വെലോസിറ്റിയിലുള്ള ചേഞ്ച് വേണം. അപ്പോൾ വളരെ അടുത്തടുത്തുള്ള 2 പോയിന്റ് തമ്മിലുള്ള വെലോസിറ്റിയിലുള്ള ചേഞ്ച് വേണം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണല്ലോ ആക്സലറേഷൻ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ. ഇനി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് കൊടുത്തതിനാ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അത്രയും അതിനെ കുറഞ്ഞ് 0ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ടൈം കുറഞ്ഞ് 0ലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അത്രയും ചെറിയൊരു സ്ഥലത്തെത്തുക. ഓക്കെ, ഒരു ഇൻസ്റ്റൻറ്റിലേക്ക് എത്തുക, അതാണ് കണ്ടീഷൻ. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ സ്ഥാനത്തിന് നമ്മൾ ഇങ്ങനെ എഴുതും, ഡി വി ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി എന്ന് എഴുതും. ഇത് വായിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ്റെ ഫോമുലയാണ്. ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറയാം, ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇക്വേഷൻ ആണ് മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏവറേജ് ആക്സലറേഷനായി, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനായി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ 1-2 ഫോം ഞാനിപ്പോൾ ഒന്ന് പറയുന്നത്, അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഈ ഇക്വേഷൻ മാറ്റിയിട്ട് വേറെ 1-2 ഫോമിലേക്ക് മാറ്റുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇങ്ങനെ എഴുതും, വായിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇത് ഈ ഇക്വേഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെലോസിറ്റി പഠിച്ചു, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പഠിച്ചു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു ഫോമുല പഠിച്ചിന്, ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, ഇത് വെലോസിറ്റി അല്ലേ, വെലോസിറ്റി ആയതുകൊണ്ട് ഇത് ഡിസ്പ്ലേസ്മെൻറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ. അപ്പോൾ ഈ വെലോസിറ്റീൻ്റെ സ്ഥാനത്ത് ഞാൻ ഇത് കൊടുക്കുന്നു. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ്, ഇത് വായിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് വിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക, വിൻ്റെ സ്ഥാനത്ത് ഡി എക്സ് ബൈ ഡി ടി, ഈ വിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതും, ഇങ്ങനെയാണ് ഇതിനെ എഴുതുന്ന ഫോം, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയും, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഈ എക്സ് ആരായിരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ, ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിൽ ആക്സലറേഷൻ ഇങ്ങനെ എഴുതുക. അപ്പോൾ ആക്സലറേഷനെ ഡി വി ബൈ ഡി ടി എന്ന് എഴുതുക, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷനാണ്. പിന്നെ ഇങ്ങനെയാണ് എഴുതുക, മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് എഴുതുക. ഇതിനെപ്പറ്റി കൂടുതൽ മാത്സ് പഠിക്കും, പക്ഷേ നമുക്കും കുറച്ച് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, ആക്സലറേഷൻ ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നെഴുതും. ഇതൊരു കേസ്. ഇനി അടുത്ത ഈ ഫോമുല തന്നെ ഞാൻ ഒന്നുകൂടി എഴുതാണ്, ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. നമുക്ക് കിട്ടേണ്ടത് ഡി വി ബൈ ഡി ടി അല്ലേ മക്കളെ, ഡി വി ബൈ ഡി ടി കിട്ടൂലേ. ഇതാ ഡി എക്സും കട്ടായി പോകൂലേ. ഈ ഡി എക്സും കട്ടായാൽ ഡി വി ബൈ ഡി ടി തന്നെ കിട്ടില്ലേ. അപ്പോൾ ഇത് ചെയ്താൽ ഇതേ സംഭവം തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ഇങ്ങനെ എഴുതുന്നതിൽ മിസ്റ്റേക്ക് ഇല്ല. പക്ഷേ ഡി എക്സ് ബൈ ഡി ടി എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണ്. സോ ആക്സലറേഷൻ ഈക്വൽ ടു എങ്ങനെ എഴുതുക? ഇതിന് പകരം വി എന്ന് കൊടുക്കുക, ഇതിന് പകരം വി. അപ്പോൾ ഈ സാധനം അത് ഞാൻ ആദ്യം എഴുതുന്നേ, ഈക്വൽ ഇത് വി എഴുതി, ഇതെഴുതി, അതിൻ്റെ കൂടെ ഇത് എഴുതുന്നു,
വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി ടി എന്നതിന് വായിക്കാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇതോ എക്സ് ആരായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ, പൊസിഷൻ. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്പ്ലേസ്മെൻറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഓക്കെ, ഇങ്ങനെ ആക്സലറേഷന് ഇങ്ങനെയുള്ള ഓരോ ഫോമിൽ എഴുതാം. അപ്പോൾ ഡി വി ബൈ ഡി ടി പഠിക്കുക, ആക്സലറേഷൻ ഇങ്ങനെ എഴുതാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, പിന്നെ ഇങ്ങനെ എഴുതാം. ഈ ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എഴുതാം. ഇത് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും ആ സമയത്ത് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മാത്സിൽ നിങ്ങൾക്ക് ബേസിക് ക്ലാസ് കിട്ടിയിട്ടുണ്ട്, ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും 2 ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ ക്ലാസ്സുകളൊന്ന് നന്നായിട്ട് കണ്ടിട്ട് ആ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയറായിട്ട് പഠിച്ചു വെക്കണേ. നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യും. ഒരു 1-2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. ഈ ഡെറിവേഷൻ്റെ കാര്യങ്ങൾ, ഇത് ഡി വി ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടി ഡി സ്ക്വയർ എക്സ് ഇതെല്ലാം വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മാത്സിൽ നിങ്ങൾക്ക് കിട്ടിയ ബേസിക് ക്ലാസ്സുകൾ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൈമായി, നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ.